നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച് ബഫർ സോൺ തീരുമാനിച്ചു സർക്കാർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ഡിസംബർ 26-ന്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. നെടുങ്കണ്ടത്ത് ആസാം സ്വദേശിനിയെ ബലാത്സംഗത്തിന് ഇരയാക്കി. ബലാത്സംഗം ചെയ്തത് ആസാം സ്വദേശി സദ്ദാം. മറ്റു 3 പേർ യുവതിയെ ശാരീരികമായും ഉപദ്രവിച്ചു. സംഭവത്തിൽ 4 പേരെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപത്ത് വെച്ച് അനധികൃതമായി കടത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഈരാറ്റുപേട്ട കണ്ടത്തിൽ നടക്കൽ ഷിബിലിയെ വണ്ടൻമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയത് ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിലേക്ക് എത്തിച്ച സ്ഫോടക വസ്തുക്കൾ. അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. സംഭവം നടന്നത് ഉച്ചയോടെ. അടിമാലി അഗ്നിരക്ഷാസേന എത്തി തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച ബഫർ സോൺ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച് ബഫർ സോൺ തീരുമാനിച്ചു സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിൽ ആദ്യ 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന ഉത്തരവിൽ പറയുന്നു. 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണമെന്നും ഉത്തരവിലുണ്ട്. ഇവിടെ 3 നിലകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയുള്ളൂ. ഇടുക്കി ജില്ലയിൽ മലങ്കരയാണ് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. അറക്കുളം, കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്നത്. ഇവരെയെല്ലാം ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പരാതി. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കി ജില്ലയിൽ 13 പഞ്ചായത്തുകളിൽ റെഡ്, ഓറഞ്ച് സോണുകളായി തിരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മതികെട്ടാൻചോലയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോണിന്റെ ഭാഗമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ തീരുമാനിച്ചിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. 26/12/2024 GOMS നമ്പർ 67/2024 WRD ഇതാണ് ആ ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരം ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള 20 ഡാമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ഡാമുകളുടെ മാക്സിമം വാട്ടർ ലെവൽ മുതൽ 20 മീറ്റർ ദൂരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. 2, 100 മീറ്റർ ദൂരവധിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണം. അതും 3 നിലയുള്ള ബിൽഡിംഗ് 10 മീറ്ററുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുവദിക്കൂ. ഇപ്പം നമ്മുടെ ജില്ലയിൽ മലങ്കര ഡാമാണ് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. ഈ മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശമായി അറക്കുളം പഞ്ചായത്ത്, ഉടയത്തൂർ പഞ്ചായത്ത്, മുട്ടം പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, ഇടവെട്ടി പഞ്ചായത്ത്, അതുപോലെ വെള്ളിയാമറ്റത്തിന്റെ കുറച്ച് ഭാഗം ഉൾപ്പെടെ 6 പഞ്ചായത്തുകൾ ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ആയിട്ടുണ്ട്. ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പം SC/ST കോളനികളുണ്ട് ഈ ഡാമിന്റെ പരിസരത്ത്. അപ്പൊ ഇവർക്ക് ഭാവിയിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ നമുക്കെല്ലാം പറയും, ഡാമിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന 5-10 സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞ് ഇത്ര പറയാൻ കഴിയുമ്പോൾ 20 മീറ്റർ എന്ന് പറയുമ്പോൾ 66 അടി മിച്ചം ദൂരം വന്നു. മാക്സിമം വാട്ടർ ലെവൽ ഈ ഡാം ഇവരെ 2 കടി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും 20 മീറ്റർ തള്ളി കഴിയുമ്പോൾ ഏകദേശം 10-66 അടിയോളം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി കഴിയുമ്പോൾ 5-10 സെന്റ് സ്ഥലമുള്ള ഈ ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു കയറി കിടക്കാൻ ഒരു വീട് പോലും പണിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്.
മറ്റൊരിടത്തും ഭൂമിയില്ലാത്തവരും 10 സെന്റിൽ താഴെ മാത്രം ഭൂമിയുള്ളവരുമായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ബഫർ സോൺ മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഇവർക്ക് വീട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ ഉത്തരവ് മൂലം ഉണ്ടാകുക. അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഈ ഉത്തരവിനെക്കുറിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടത്ത് ആസാം സ്വദേശിനിയെ ബലാത്സംഗത്തിന് ഇരയാക്കി. ആസാം സ്വദേശി സദ്ദാമാണ് ബലാത്സംഗം ചെയ്തത്. മറ്റു 3 പേർ യുവതിയെ ശാരീരികമായും ഉപദ്രവിച്ചു. സംഭവത്തിൽ 4 പേരെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ സദ്ദാം ഹുസൈൻ, അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അസം സ്വദേശിനിയും ഭർത്താവും കുട്ടിയും ജോലി തേടി നെടുങ്കണ്ടത്തെത്തിയത്. തുടർന്ന് അസം സ്വദേശിയായ സദ്ദാം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം സദ്ദാം ഇയാളുടെ മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. തുടർന്ന് ഇവരുടെ താമസ സ്ഥലത്തെത്തിയപ്പോൾ ഭർത്താവിനെയും കുട്ടിയെയും ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം യുവതിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സദ്ദാമാണ് യുവതിയെ പീഡിപ്പിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അസം, അജിമുദ്ദീൻ, ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവർ ലൈംഗിക അതിക്രമം നടത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും യുവതി പോലീസിൽ മൊഴി നൽകിയതായി നെടുങ്കണ്ടം CI ജെർലിൻ പറഞ്ഞു. തുടർന്ന് ഇന്ന് രാവിലെ അവർ റൂമിൽ നിന്ന് നെടുങ്കണ്ടം ടൗണിലെത്തി. ഇപ്പോൾ അവിടെ ആൾക്കാരെ കാണുകയും ആൾക്കാരോട് അവർക്ക് ബുദ്ധിമുട്ടുകളെ പറ്റി അറിയിച്ചപ്പോൾ അവർ പോലീസ് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ്. തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസ് അന്വേഷിച്ച് വരവേ ഇവിടെ അടുത്ത് തന്നെ ടൗണിലുണ്ട് എന്ന് പേര് ലഭിച്ചതിനെ തുടർന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആൾക്കാർ നൽകിയ വിവരമനുസരിച്ച് മറ്റ് 4 പ്രതികളെയും ഇന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കേസ് രജിസ്റ്റർ ബലാത്സംഗത്തിന് ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാവിലെ നെടുങ്കണ്ടം ടൗണിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യുവതിയെയും ഭർത്താവിനെയും കുട്ടിയെയും കണ്ട നാട്ടുകാർ വിവരം തിരക്കുകയും പോലീസിൽ അറിയിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തറിയുന്നത്. പിടിയിലായ പ്രതികളെ അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കും. കട്ടപ്പന പുളിയന്മലയ്ക്ക് സമീപത്ത് വെച്ച് അനധികൃതമായി കടത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഈരാറ്റുപേട്ട കണ്ടത്തിൽ നടക്കൽ ഷിബിലിയെ വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിലേക്ക് എത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. 300 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും 200 ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് വണ്ടൻമേട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഈരാറ്റുപേട്ട കണ്ടത്തിൽ നടക്കൽ ഷിബിലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിലേക്ക് എത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഷിബിലിയെയും സ്ഫോടക വസ്തുക്കളും പിടികൂടിയത്. കർണാടകത്തിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ എത്തിച്ച ശേഷം ഇടുക്കിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്ന ആളാണ് പിടിയിലായതെന്നാണ് വിവരം. ഇയാൾ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമാന രീതിയിൽ മുൻപും ഇയാൾ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഷിബിലിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകൂവെന്ന് പോലീസ് പറഞ്ഞു. അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. അടിമാലി അഗ്നിരക്ഷാസേന എത്തി തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രദേശത്ത് വളം വിൽപ്പനയുമായി ബന്ധപ്പെട്ടെത്തിയ 2 പേർക്കാണ് ആദ്യം തേനീച്ചയുടെ കുത്തേറ്റത്. ഇവരുടെ ബഹളം കേട്ടെത്തിയ സമീപത്തെ കൃഷിയിടത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന പ്രദേശവാസികളായ മറ്റു 2 പേർക്കും തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചു. പിന്നീട് അടിമാലി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്കും തേനീച്ചയുടെ കുത്തേറ്റു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജില്ലയുടെ വിവിധ മേഖലകളിൽ തേനീച്ച ആക്രമണം പതിവായിരിക്കുകയാണ്. നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ അങ്ങേയറ്റത്തെ പരാജയമാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. വനിതാ ദിനത്തിൽ പോലും ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുകയാണ്. വനിതാ ദിനം പോലും ഒന്ന് ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറി. കൊലപാതകങ്ങൾ നിത്യസംഭവമാണെന്നും ജെബി മേത്തർ പറഞ്ഞു. എത്ര വളരെ പരിഹസിക്കുന്ന വാക്കുകൾ ആശാവർക്കർമാർക്കെതിരെ എല്ലാം പറയുമ്പോൾ അത് കേരളത്തിലെ ജനസമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വളരെ ന്യായമായ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വനിതാ ദിനത്തിൽ പോലും അവർ ആ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകൾക്കാണെങ്കിലും വനിതാ ദിനം ഒന്ന് ആഘോഷിക്കാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥ. ഇവിടെ ഇത്രയും മയക്കുമരുന്നിന്റെ കേന്ദ്രമായി മാറുന്ന കേരളം, കുട്ടികളെ കുറിച്ചുള്ള ആദിയും വ്യാധിയും ഒക്കെ ഉള്ളപ്പോൾ
പൊതുവെ സ്ത്രീകൾ അസ്വസ്ഥരാണ്, ഭീതിയിലാണ്. തങ്ങളുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല. കൊലപാതകങ്ങൾ നിത്യസംഭവങ്ങളാവുന്നു. അപ്പോൾ എല്ലാ തലത്തിലും നോക്കുമ്പോഴും ഒരു സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് ഗവൺമെന്റിൽ വന്ന ഈ പിണറായി വിജയൻ സർക്കാർ അങ്ങേയറ്റത്തെ പരാജയമാണ്. ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പോകുന്നത്, കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീജനങ്ങളും തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തങ്കമണിയിൽ യുവാവിനെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തങ്കമണി സ്വദേശി അടയ്ക്കാമുണ്ടക്കൽ റിൻസ് ജോസഫിനെയാണ് അയൽവാസിയുടെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മുതൽ ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ തങ്കമണി പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അയൽവാസിയുടെ പടുതാക്കുളത്തിൽ നിന്നും റിൻസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് തുടർ നടപടികൾക്കായി മാറ്റി. തങ്കമണി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവമറിഞ്ഞ് നിരവധി ആളുകളും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. കർഷക കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് കഞ്ഞിക്കുഴി ശാഖയിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC മുൻ പ്രസിഡന്റ് റോയി കെ പൗലോസ് സമരം ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കിടയിലും ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരള ബാങ്കിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെയാണ് കർഷക കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മുണ്ടൻമലയിൽ അധ്യക്ഷത വഹിച്ച യോഗം DCC മുൻ പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നത് കേരള ബാങ്കായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യത്വമില്ലാത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യത്വമില്ലാത്ത നടപടികൾ. ഇവിടെ സർഫാസി എന്ന് പറയുന്ന ഒരു നിയമം കരി നിയമമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു നിയമം നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കോടതികളിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ചിലപ്പോൾ അത് കോടതികൾ അംഗീകരിച്ചില്ല എന്ന് വരാം. നിലവിൽ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? ലോൺ കൊടുത്തും സ്വാഭാവികമായിട്ടും പണം ലോൺ കൊടുത്താൽ തിരിച്ച് ഈടാക്കണ്ട എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ തിരിച്ചടയ്ക്കാൻ ആ ലോണിയുടെ അല്ലെങ്കിൽ ലോൺ എടുത്തിരിക്കുന്ന ആളിൻ്റെതായിട്ടുള്ള കുഴപ്പം കൊണ്ട് സംഭവിച്ചാൽ അവിടേക്ക് ഒരു മനുഷ്യത്വപരമായ സമീപനം കാണിക്കുന്നത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ, ആഗസ്തി അഴകത്ത്, ജോയി വർഗീസ്, തങ്കച്ചൻ കാരക്കാവിലി, ജോസ് മുത്തനാട്ട, ഷിജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളും സമരത്തിൽ പങ്കെടുത്തു. മൂന്നാറിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയിൽ. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 10 കോടതി പരിഗണിക്കും. ഒരു മാസം മുമ്പാണ് ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയും പടയപ്പ എന്ന് വിളിക്കുന്ന കാട്ടാനയും തമ്മിൽ മൂന്നാറിന് സമീപം കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ വെച്ച് ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന്റെ വലത് മുൻകാലിന്റെ മുട്ടിനു മുകളിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുകയും അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ നേരിട്ടെത്തി ആനയെ കാണുകയും ചെയ്തു. പരിക്ക് ഗുരുതരമല്ലെന്നും മുറിവ് കരിയുന്നുണ്ടെന്നുമായിരുന്നു അന്ന് കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് മൃഗസ്നേഹികളുടെ സംഘടന പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസ് 10 തീയതി കോടതി പരിഗണിക്കും. അയ്യപ്പൻകോവിൽ മേരികുളം ഹയർ സെക്കൻഡറി പടി കിളിയമ്പ്ര റോഡ് സന്ദർശിച്ച് പീരുമേട് MLA വാഴൂർ സോമൻ. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLAയുടെ നേതൃത്വത്തിൽ റോഡ് സന്ദർശിച്ചത്. അയ്യപ്പൻകോവിൽ മേരികുളം ഹയർ സെക്കൻഡറി പടി കിളിയമ്പ്ര റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. 10ഓളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ഏറെ പ്രയാസപ്പെട്ടാണ് ഇവർ ഇതുവഴി യാത്ര ചെയ്തിരുന്നത്. റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതും വാഹന സൗകര്യങ്ങളുടെ അഭാവവും ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിൽ CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശിയുടെ ഇടപെടലിനെ തുടർന്നാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് MLA ഉറപ്പു നൽകിയതായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ ഹയർ സെക്കൻഡറി പടി കിളിയമ്പ്ര പടി റോഡ് വളരെ മോശമായ സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. പീരുമേടിൻ്റെ ബഹുമാന്യനായ MLA ശ്രീ വാഴൂർ സോമൻ ഈ റോഡിൻ്റെ അവസ്ഥ വന്ന് കാണുകയും ഈ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളും നാട്ടുകാരുമെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട വാഴൂർ സോമൻ MLAയുടെ സന്ദർശനത്തെ കണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.
ബെന്നി കുന്നുമാലി, സജി മായക്കാട്ട്, PJ ജിജിമോൻ തുടങ്ങിയവരും MLAക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വനിതാ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കട്ടപ്പനയിൽ അന്താരാഷ്ട്ര വനിതാ ദിന ആഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ലിംഗസമത്വത്തിലേക്ക് എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് കട്ടപ്പനയിൽ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. സൊസൈറ്റിയുടെ സ്വയം സഹായ സംഘങ്ങളിലെ 2000-ൽ പരം സ്ത്രീ പുരുഷ അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. PDS കട്ടപ്പന യൂണിറ്റ് ഡയറക്ടറും കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരിയുമായ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് മക്കളെ ശിക്ഷിക്കാതെ വളർത്തിക്കൊണ്ടുവരുന്നത്. മക്കളെ ശിക്ഷിക്കേണ്ട രീതിയിൽ ശിക്ഷിച്ച് തന്നെ വളർത്തണം മാതാപിതാക്കളെ. എങ്കിൽ മാത്രമേ ഇന്ന് നമ്മുടെ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. PDS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സാബു ജോൺ പനച്ചിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. PDS ജോയിന്റ് ഡയറക്ടർ ഫാദർ ബ്രിജേഷ് പുറ്റുമണ്ണിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റോയി നെടുംതകിടിയിൽ, പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സിബി ജോസഫ്, ചിന്നാർ യൂണിറ്റ് ആനിമേറ്റർ മേഴ്സി റോയി, പ്രോജക്ട് കോർഡിനേറ്റർ ജോമോൻ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗ മത്സരത്തിൽ വിജയിയായ ചിന്നാക്കുന്ന് യൂണിറ്റ് അംഗം അനിത തോമസ്, മികച്ച വനിതാ സംരംഭകയായ സീതത്തോട് യൂണിറ്റ് അംഗം സിന്ധു PC, മികച്ച പച്ചക്കറി കൃഷി കുടുംബമായ കോഴിമല യൂണിറ്റ് അംഗം ജോയ്സ് ജോസ് തയ്യിൽ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ സ്വയം സഹായ സംഘങ്ങളുടെയും കർഷക കമ്പനികളുടെയും സംരംഭങ്ങളുടെയും പ്രദർശനവും ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഒരുക്കിയിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി JCI ഇരട്ടയാറിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന അംഗങ്ങളുടെ മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇരട്ടയാർ പഞ്ചായത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധ നേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ ദിനത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചത്. JCI ഇരട്ടയാർ ചാപ്റ്റർ പ്രസിഡന്റ് സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനവും അല്ലെങ്കിൽ സന്തോഷമുള്ള ദിവസം കൂടിയാണ്. കാരണം അന്താരാഷ്ട്ര വനിതാ ദിനമായ ഇന്ന് JCIയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വിഭാഗമായി മാറുകയാണ് നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല ഒരു നട്ടല്ലായി പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിവരാത്ത ആളുകളാണ് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ. കാരണം അവർ ഈ വനിതാ ദിനത്തിൽ ആദരിക്കപ്പെടുമ്പോൾ അവർക്കറിയാം അവരെത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ പഞ്ചായത്തിന് അവാർഡുകൾ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയ സ്വരാജ് ട്രോഫിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മാതൃകാ പഞ്ചായത്ത് എന്ന രീതിയിലേക്ക് വരാൻ കഴിഞ്ഞതിന് എൻ്റെ പുറകിൽ പ്രവർത്തിച്ചാൽ ഏറ്റവും മാതൃക ഹരിതകർമ്മ സേനാ അംഗങ്ങൾ പ്രിയപ്പെട്ട ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 26 ചുണക്കുട്ടികളാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം റജി ലിപ്പിലിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മൊമന്റോ കൈമാറി. JCI മുൻ പ്രസിഡന്റ് കിരൺ ജോർജ് തോമസ്, ചെയർപേഴ്സൺ ജോസ്ന ജോബിൻ എന്നിവർ വനിതാദിന സന്ദേശം നൽകി. ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ MV ജോർജ് കുട്ടി, സെസിൽ ജോസ്, ഹരിതകർമ്മസേന പ്രസിഡന്റ് നിഷാമോൾ എന്നിവർ സംസാരിച്ചു. JCI ഭാരവാഹികളായ ജിഷ് ജോൺ, ജോബിൻ കളത്തിക്കാട്ട്, ദിലീപ് എബ്രഹാം, ടോണി ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. വനിതാ ദിനത്തിൽ വ്യത്യസ്തരായി അയ്യപ്പൻകോവിലിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് കുടുംബത്തിലെ മുതിർന്ന വനിതകളെ നേരിട്ടെത്തി ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു. പരിപാടി മഹിളാ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് സോണിയ ജെറി ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് അയ്യപ്പൻകോവിലിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് കുടുംബത്തിലെ മുതിർന്ന വനിതകളെ ആദരിക്കുന്നതിനായി എത്തിയത്. ആലടി കോഴിക്കമണ്ണിൽ മേരിക്കുട്ടി, പൂവത്തൂർ മേരിക്കുട്ടി എന്നിവരെ വീട്ടിലെത്തിയാണ് പ്രവർത്തകർ ആദരവ് നൽകിയത്. കൂടാതെ ഇവർക്ക് ഉപഹാരങ്ങളും നൽകി. മഹിളാ കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് സോണിയ ജോറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പ്രിയപ്പെട്ട അമ്മച്ചിമാര് അമ്മയായും ഭാര്യയായും മകളായും ഒത്തിരിയേറെ കടമകൾ നിർവഹിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മേരിക്കുട്ടി ചേച്ചിയൊക്കെ സംബന്ധിച്ചിടത്തോളം മക്കളെ എല്ലാവരെയും വളർത്തി വലുതാക്കി അതിനുശേഷം കൊച്ചുമക്കളെയും വളർത്തി അവരുടെ എല്ലാം കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ചേച്ചിമാരെ രണ്ടുപേരെയും ആദരിക്കാനായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട അമ്മച്ചിമാർക്ക് രണ്ടുപേർക്കും ആയുസ് ആരോഗ്യം ആശംസിച്ചുകൊണ്ട്. തുടർന്ന് പ്രവർത്തകർ വിവിധ മേഖലകളിലുള്ള മുതിർന്ന വനിതാ പ്രവർത്തകരെയും ആദരിച്ചു. റോസമ്മ ജോസ്, സൂസമ്മ, രാജേന്ദ്രൻ മാരിയിൽ, ഷാജി പി ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഹൈറേഞ്ച് മേഖലയിലെ ഏക വനിതാ കണ്ടക്ടറായ രജനി സന്തോഷ്, രക്തദാന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന രാജിമോൾ ബൈജു എന്നിവരെ ആദരിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈറേഞ്ച് മേഖലയിലെ ഏക വനിതാ കണ്ടക്ടറായ രജനി സന്തോഷ്, രക്തദാന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന രാജിമോൾ ബൈജു എന്നിവരെ ആദരിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ പ്രവീണ ഗിരീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തോടെ ഇരിക്കുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും അവരെ സന്തോഷത്തോടെ കാണുകയും ബഹുമാനിക്കുകയും അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാ സ്ത്രീകളും ഹാപ്പിയായിട്ടിരിക്കുന്നത്. രണ്ടുപേരെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആദരിക്കുകയാണ്. എനിക്ക് പ്രസാദേട്ടൻ എന്നോട് പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ ചേച്ചി കട്ടപ്പനയിലെ തന്നെ ഏക കണ്ടക്ടറാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ലേബർ ഒത്തിരി ആവശ്യമായിട്ട് വരുന്ന ഒരു ജോലിയാണ് ചേച്ചി ചെയ്യുന്നത്. സ്ത്രീകൾ വളരെ കുറവുള്ളൊരു മേഖലയാണ്. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലുങ്കുപാറ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ സി മോൻസി, ബിജു പി വി, ജോയൽ പി ജോസ്, മധുസൂദനൻ നായർ, ടി കെ, ചാണ്ടി തോമസ്, എം കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സക്രിയ സ്ത്രീശക്തി സാമൂഹ്യ നന്മയ്ക്ക് എന്ന സന്ദേശമുയർത്തി ഭാരതീയ മസ്ദൂർ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. ചെറുതോണി BMS കാര്യാലയത്തിൽ നടന്ന പരിപാടി അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി സതി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ മസ്ദൂർ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സക്രിയ സ്ത്രീശക്തി സാമൂഹ്യ നന്മയ്ക്ക് എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതോണി BMS കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീജ സതീഷ് അധ്യക്ഷയായിരുന്നു. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി സതി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. തന്നോടത്തോടെയും ആരെയും ഭയക്കാതെയും തെരുവിലിറങ്ങി ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന, തുച്ഛമായ ജോലി വേതനത്തിന് ജോലി ചെയ്തിരുന്ന ഒരു കൂട്ടം അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ, അവർക്ക് എന്ത് തോന്നി? ഞങ്ങൾ കഷ്ടപ്പെടുന്നു, രാപ്പകൽ കഷ്ടപ്പെടുക. ഫാക്ടറിയിൽ ചെന്നാൽ വൈകുന്നത് വരെ യജമാനൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ മുതലാളി പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയായി അവരുടെ ആരുടെയൊക്കെ ഒരു മനസ്സിൽ തോന്നി, നമ്മൾക്കിതിനെ പ്രതികരിക്കണം, നമ്മൾക്കിതിനെതിരെ നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ കൂലി നമുക്ക് കിട്ടണം. സനാതന ധർമ്മ പ്രഭാഷകൻ സതീഷ് OS മുഖ്യപ്രഭാഷണം നടത്തി. BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ വനിതാദിന സന്ദേശം നൽകി. BMS ജില്ലാ പ്രസിഡന്റ് റിജികുമാർ MP, KC സിനീഷ് കുമാർ, VS രാജു, സതീഷ് വേണുഗോപാൽ, KK സനു, രതീഷ് PK, ഷിജി ഓമനക്കുട്ടൻ, ഓമന വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗീവ് സ്മൈൽ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന അമ്പലക്കവല സാന്ത്വനം പാലിയേറ്റീവ് കെയറിൽ വനിതാ ദിനം ആഘോഷിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമിയുടെ മേൽനോട്ടത്തിലാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കട്ടപ്പന അമ്പലക്കവലയിൽ അമ്മമാർക്കായിട്ടാണ് സാന്ത്വനം പാലിയേറ്റീവ് കെയർ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമിയുടെ മേൽനോട്ടത്തിലാണ് സെന്ററിന്റെ പ്രവർത്തനം. മറ്റാരും സഹായത്തിനില്ലാത്ത 5 അമ്മമാരുടെ സംരക്ഷണമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് മറ്റൊന്നും കൊടുത്ത് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സറിഞ്ഞുള്ള ഒരു പുഞ്ചിരി കൊടുത്ത് അവരെ മരണത്തിലേക്ക് ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ മറ്റൊന്നും കണ്ടുകൊണ്ടല്ല, അവരെ സ്നേഹിക്കുക. ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, അല്ലെ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്നുള്ള ഒരു മുദ്രാവാക്യം അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ലക്ഷ്യത്തോടെ മുന്നേറുന്നതാണ് ഈ ഒരു സ്ഥാപനം എന്ന് മാത്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിപ്പിക്കുന്നു. വനിതാ ദിനത്തിൽ ഗീവ് സ്മൈൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വനിതാ വിഭാഗം സെന്ററിലെത്തി അമ്മമാർക്കൊപ്പം സമയം ചിലവഴിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കുറച്ച് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള കുറേ അധികം സ്ത്രീകൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഇല്ലാത്ത ഒരുപാട് വനിതകളെ നമുക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളിലേക്ക് നമ്മൾ ഇതുപോലുള്ള സംഘടനകൾ ആയിട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും അവരുടെയൊക്കെ എന്തൊക്കെയാണ് അവർക്ക് നമുക്കറിയാം, ഒരു കുടുംബം നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ എല്ലാവരും നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ളവരൊക്കെ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് സ്ത്രീ എപ്പോഴും അവരുടേതായ രീതിയിലുള്ള ആ ഒരു ഇതിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു കുടുംബം നല്ല രീതിയിൽ പോകുള്ളൂ എന്നാണ്.
തുടർന്ന് പാലിയേറ്റീവ് രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ബീന ടോമിയെ ആദരിച്ചു. അമ്മമാരുടെ സംരക്ഷണത്തിനായുള്ള സാമ്പത്തിക സഹായവും സ്നേഹവിരുന്നും നൽകി. നഗരസഭാ കൗൺസിലർമാരായ മായ ബിജു, സിജോമോൻ ജോസ്, ട്രസ്റ്റ് ഭാരവാഹികളായ JB ജോസഫ്, സുമിത് മാത്യു, അനിൽ പുനർജനി, അജിത് സുകുമാർ, അഞ്ജു ജെൻസ്, ഷൈനി ബിനോയ്, അരുൺ സി രാജു തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ വിംഗ് അംഗങ്ങളായ സന്ധ്യ സോജൻ, ദിവ്യ ജെയ്സൺ, സ്നേഹ എബി, നിനു മരിയ, അഞ്ജലി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ സംരംഭകരെ ആദരിക്കലും ബോധവൽക്കരണ ക്ലാസും നടത്തി. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഇടുക്കി തഹസിൽദാർ മിനി കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിലെ യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനിതാ സംരംഭകരെ ആദരിക്കലും ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ വനിതാ വിംഗ് പ്രസിഡന്റ് ആഗ്നസ് ബേബി അധ്യക്ഷയായിരുന്നു. ഇടുക്കി ഭൂരേഖ തഹസിൽദാർ മിനി കെ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരേ മൾട്ടി ടാസ്കിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ സ്ത്രീകൾ, അല്ലേ? ആണുങ്ങൾക്ക് മസിൽ പവർ കൂടുതലാണ്, അവർക്ക് അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിക്ക് അവർക്ക് കഴിവ് നമ്മളെക്കാൾ പ്രകൃതി കൊടുത്തിട്ടുണ്ടെങ്കിലും മൾട്ടി ടാസ്കിംഗ് ഒന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്താൽ ഇന്നിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു കാര്യം മാത്രം അവർ ചെയ്യും, വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ ഇത് മാറും, അവരെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. പക്ഷെ ഞാൻ തട്ടിക്കാനൊന്നും പാടില്ല, അങ്ങനെയാണ്. നമ്മൾ അതേസമയം ഒരേ സമയം നമ്മൾ ഒരു വീട്ടമ്മയാണ്, ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റി ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു അമ്മയാണ്, ഒരു സഹോദരിയാണ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുന്നില്ലേ രാവിലെ, ഇല്ലേ? മറ്റുള്ള കാര്യം നോക്കുന്നുണ്ട്, നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട് നമ്മൾ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള കുറേയേറെ ഗുണങ്ങൾ. അതുപോലെ നമുക്കുള്ള അടുത്തൊരു ഗുണമാണ് നമുക്ക് സഹനം. നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും കയറി നമ്മൾ പ്രതികരിക്കാനും പ്രകോപനങ്ങളാക്കും നിന്ന് നമ്മുടെ കുടുംബവും സമൂഹവും ഒക്കെ തകർന്നു പോകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ടം മുഖ്യപ്രഭാഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഷിജോ തടത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് പി ലൂക്കോസ്, ബാബു ജോസഫ്, ഔസേപ്പച്ചൻ ഇടക്കുളം, സ്മിത TS, സിന്ധു ഗംഗൻ എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെ കുഞ്ഞുമക്കൾക്കായി കൈകോർക്കാമെന്ന വിഷയത്തെ ആസ്പദമാക്കി എക്സൈസ് ഓഫീസർ സാബുമോൻ ക്ലാസ് നയിച്ചു. ഇതോടൊപ്പം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ കീഴിലുള്ള വനിതാ സംരംഭകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത ഷാജൻ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു, സെൽവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 73ാമത് സ്കൂൾ വാർഷികാഘോഷം നടന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1952 പ്രവർത്തനം ആരംഭിച്ച വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 73ാമത് സ്കൂൾ വാർഷികമാണ് ഋതം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. 2 ദിവസമായി നടന്ന പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അനുമോദനവും ഒരുക്കിയിരുന്നു. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് R ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിൽ ഞാനിപ്പോ അഭിമാനം കൊള്ളുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിക്കുകയും ഈ സ്കൂളിൽ നിന്ന് തന്നെ ഇന്ന് ഈ സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരു വേദി എനിക്ക് കിട്ടിയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ P പുഷ്പരാജ്, ഡൈമുക്ക് ലൂതറൻ LP സ്കൂൾ HM വൈസെൽവം, കരടിക്കുഴി LP സ്കൂൾ HM ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, ബാംഗ്ലൂർ അലോക വിഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തി. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻ ദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലുള്ളവരെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും ഉദ്ദേശിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻ ദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആ സാധ്യമാകുന്നത് നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമവും നമ്മുടെ ജീവിത രീതികളും എല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ കോവിഡിന് ശേഷം വന്നിരിക്കുന്ന നമുക്ക് വന്നിരിക്കുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആരോഗ്യ പ്രശ്നമാണ്.
ഒരു പ്രായത്തിൻ്റെ അപ്പുറത്തോട്ട് ആൾക്കാർ, അതിൻ്റെ താഴെയുള്ള ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ, ഈ ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് അനുബന്ധ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുകയാണ്. അന്നേരം ഇതിനകത്തെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ രോഗം കണ്ടെത്തി നമുക്ക് ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. രോഗം കണ്ടെത്തുക, കൃത്യമായ സമയത്ത് നമുക്ക് കണ്ടെത്തുക. ആ കണ്ണിൻ്റെ ആരോഗ്യവും നമ്മൾ കൃത്യമായ സമയത്ത് നമ്മൾ കണ്ടെത്തി അതിന് ചികിത്സിക്കുക, അല്ലെങ്കിൽ അതിനുള്ള കണ്ണട വെച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി. അത് കണ്ടെത്താൻ നമുക്ക് ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ വളരെ രീതിയിലുള്ള ഒരു സംഭവമാണ്. സമൂഹത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിച്ചെല്ലേണ്ടതിന്റെയും ക്രിയാത്മകമായി ഇടപെടേണ്ടതിന്റെയും അനിവാര്യത അദ്ദേഹം സൂചിപ്പിച്ചു. ഫാദർ വർഗീസ് ഇടത്തിച്ചുര, ഫാദർ വിപിൻ, ഫാദർ അജീഷ്, സണ്ണി സേവിയർ, ജോജോ എബ്രഹാം, ശ്രീരൂപ്, ബേബിമോൾ വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ സ്വരാജ് സൈൻ പബ്ലിക് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ ലീഗ് 2025 സെലക്ഷൻ നടന്നു. ഇതോടൊപ്പം വിവിധ ടീമുകളിലേക്കുള്ള താരലേലവും നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കിത്തലയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താരലേലത്തെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്നതിനും കായിക മേഖലകളെപ്പറ്റി കുട്ടികൾക്ക് കൂടുതൽ അറിവ് പകർന്നു നൽകുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് സയൻ ബാസ്കറ്റ്ബോൾ ലീഗ് 2025 ഈ വർഷത്തെ താരലേലം നടന്നത്. IPL, ISL മാതൃകയിൽ നടന്ന താരലേലത്തിൽ 4 ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ ലേലത്തിൽ 4 ടീമുകളിലേക്കായി 24 കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകരായ സജി KK, ദീപക് ലെനിൻ, ലിൻഡ ഷിനു എന്നിവർ നേതൃത്വം നൽകി. പീരുമേട് പാമ്പനാർ റാണിക്കോവിൽ എസ്റ്റേറ്റ് ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിലെ തിരുമഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 7 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്ര ഉത്സവം നടക്കുക. ക്ഷേത്ര ഉത്സവത്തിന് തുടക്കം കുറിച്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ഇല്ലത്ത ഈശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി സുനിൽ തിരുമേനിയുടെയും കണ്ണൻ തിരുമേനിയുടെയും സഹകാർമ്മികത്വത്തിലും കൊടിയേറ്റു നടന്നു. കുംഭം കൊണ്ടുവന്ന മുള നിമഞ്ജനം ചെയ്ത് ഉത്സവം പരിസമാപ്തിപ്പെടുത്തുന്നതാണ്. അതിൽ ഭക്തജനങ്ങൾ എല്ലാവരും പരിപൂർണമായിട്ടും ഭക്തിയായിട്ടും വിശ്വാസത്തോടും വ്രതശുദ്ധിയോടുകൂടി ഭംഗിയെടുത്താൽ ഈ ഉത്സവം എത്രയും ഭംഗിയായിട്ട് തീരുമെന്നാണ് എന്റെ പ്രത്യാശ. 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. ഉത്സവത്തിന്റെ മറ്റ് ദിവസങ്ങളിലും വിപുലമായ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. 24-ാം തീയതി താലപ്പൊലി, മുളപ്പയർ, മാവിളക്ക് ഘോഷയാത്ര നടക്കും. 25-ാം തീയതി ചൊവ്വാഴ്ച അമ്മൻ ഘോഷയാത്ര, മഞ്ഞൾ നീരാട്ട്, മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയും നടക്കും. ക്ഷേത്രം ഭാരവാഹികൾ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും രോഗി പരിചരണത്തിൽ ഒരു ദിവസം പോലും ഇടവേള നൽകാത്തയാളാണ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി. ഇന്ന് ലോകമെമ്പാടും വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ കട്ടപ്പനയിൽ കരുതലിന്റെ മറുപേരാണ് അവർ. 2024 ഫെബ്രുവരിയിലാണ് ചെയർപേഴ്സൺ പദവിയിലേക്ക് ബീന ടോമി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ നഗരസഭാ ഓഫീസിലെത്തി ഭരണനിർവഹണത്തിന് ശേഷം വൈകിട്ട് തിരക്കിട്ടുള്ള മടക്കം കട്ടപ്പന അമ്പലക്കവരയിലെ സ്വാന്തനം പാലിയേറ്റീവ് കെയർ സെന്ററിലേക്കാണ്. സ്വന്തം വീട് പോലെ തന്നെ നിരവധി അമ്മമാരുടെ മറ്റൊരു ഭവനത്തിലെത്തി ഇവരെ പരിചരിക്കും.
ഇവിടെയുള്ള അമ്മമാർ ബീന ടോമി എന്ന മകൾക്കായി കാത്തിരിക്കും. ഓട്ടോ ഡ്രൈവറും കർഷകനുമായ ഭർത്താവ് ടോമി എത്തും വരെ ഇവർക്കൊപ്പമാണ്. ഭർത്താവിന്റെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ രോഗികളെയും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെയും പരിചരിക്കാനും സന്ദർശിക്കാനും ബീന ടോമി സമയം കണ്ടെത്തും. മരണവീടുകളിൽ മൃതദേഹം ഒരുക്കാനും ആവശ്യമായ സഹായം ചെയ്യാനും എത്താറുണ്ട്. ബീന ടോമിയുടെ സേവനങ്ങൾക്ക് ദൂരപരിധിയൊന്നുമില്ല. വരുന്ന ഫോൺ വിളികൾക്കനുസരിച്ച് യാത്ര തിരിക്കും. ഭർത്താവും 3 മക്കളും സഹായത്തിനായി ഒപ്പമുണ്ട്. 2008 ഡിസംബർ മാസം ആശാവർക്കറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പാലിയേറ്റീവ് കെയറിൽ 16 പഞ്ചായത്ത് 48 ഇടവക കവർ ചെയ്തു. അങ്ങനെ ദൈവം സഹായിച്ച് ഇപ്പോഴും ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയ സമയത്തും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ വർക്ക് കഴിയുമ്പോൾ 4:30-5 കഴിയുമ്പോൾ വീണ്ടും പോയി പാലിയേറ്റീവ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉള്ളതുകൊണ്ട് ഇത് ചെയ്തു പോകുന്നു. അല്ലാതെ എന്റെ മിടുക്കുന്നുണ്ട്, ദൈവത്തിന്റെ മിടുക്ക് മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാലിയേറ്റീവ് രംഗത്ത് നഴ്സായി സേവനം ആരംഭിച്ചിരുന്നു. 2008 ആശാപ്രവർത്തകയായാണ് ബീന ടോമി സേവന രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ഹൈറേഞ്ചിലെ 16 പഞ്ചായത്തുകളിലും 48 ഇടവകകളിലും പാലിയേറ്റീവ് നഴ്സ് സേവനം ആരംഭിച്ചു. ബീന ടോമിയുടെ സേവനത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ കട്ടപ്പന YMCA ഒരു വാഹനവും സമ്മാനിച്ചു. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ദിവസം പോലും ബീന ടോമി വിട്ടുനിന്നിട്ടില്ല. വനിതാ ദിനത്തിൽ നഗരസഭാ ചെയർപേഴ്സന്റെ മാതൃകാപരമായ ജീവിതവും സേവനവും മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ വലിയ തിരക്കിലാണ്. ഓഫീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരക്കിൽ. നഗരസഭ അധ്യക്ഷയായിട്ടല്ല, നിരവധി പേർക്ക് സ്വാതന്ത്ര്യമേകുന്ന ഒരു മകളായിട്ട്. അമൽ നിർമ്മലൻ, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 223, വിൽപ്പനയ്ക്ക് വന്നത് 56,421, വിൽപ്പന നടന്നത് 55,197, കൂടിയ വില 3,128, ശരാശരി വില 2,809. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,750, ഏലം ശരാശരി വില 2,600. കാപ്പിപ്പരിപ്പ് 470, ഗ്രാമ്പു 875, കൊക്കോ 170, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 840 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച് ബഫർ സോൺ തീരുമാനിച്ചു സർക്കാർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ഡിസംബർ 26-ന്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. നെടുങ്കണ്ടത്ത് ആസാം സ്വദേശിനിയെ ബലാത്സംഗത്തിന് ഇരയാക്കി. ബലാത്സംഗം ചെയ്തത് ആസാം സ്വദേശി സദ്ദാം. മറ്റു 3 പേർ യുവതിയെ ശാരീരികമായും ഉപദ്രവിച്ചു. സംഭവത്തിൽ 4 പേരെയും നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപത്ത് വെച്ച് അനധികൃതമായി കടത്തിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഈരാറ്റുപേട്ട കണ്ടത്തിൽ നടക്കൽ ശിബിലിയെ വണ്ടൻമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയത് ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിലേക്ക് എത്തിച്ച സ്ഫോടക വസ്തുക്കൾ. അടിമാലി സൗത്ത് കത്തിപ്പാറയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. സംഭവം നടന്നത് ഉച്ചയോടെ
അടിമാലി അഗ്നിരക്ഷാസേന എത്തി തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.